മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയ ഇന്ത്യൻ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ച് നിരവധി ആളുകൾ മരിച്ചു. അപകടത്തിൽ 40ഓളം ആളുകൾ മരിച്ചതായാണ് വിവരം. മക്കയിൽ നിന്ന് പുറപ്പെട്ട ഉംറ ബസ് ഡീസൽ ടാങ്കുമായി കൂട്ടിയിടിച്ച് കത്തുകയായിരുന്നു. ഹൈദരാബാദ് സ്വദേശികളാണ് ബസ്സിലുണ്ടായിരുന്നവരെന്നാണ് റിപ്പോർട്ട്. ബസ്സിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. മദീനയിൽ നിന്നും 160 കിലോമീറ്റർ അകലെ മുഹറാഹാത്ത് എന്ന സ്ഥലത്ത് വെച്ചാണ് ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 അപകടമുണ്ടാകുന്നത്. മക്കയിലെ തീർത്ഥാടനം പൂർത്തിയാക്കി മദീനയിലേക്ക് പോകുന്ന വഴിയാണ് അപകടമുണ്ടായത്. മരിച്ചവരിൽ 20 പേർ സ്ത്രീകളും 11 പേർ കുട്ടികളുമാണെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. അപകടത്തിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടെന്നും ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. ഹൈദരാബാദിൽ നിന്നും എത്തിയ തീർത്ഥാടക സംഘത്തിൽ പകുതിയിലേറെയും സ്ത്രീകളും കുട്ടികളുമായിരുന്നു. ഇവരാണ് ദുരന്തത്തിന് ഇരയായത്. സിവിൽ ഡിഫൻസ് പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. തിരിച്ചറിയാൻ കഴിയാത്ത വിധം കരിഞ്ഞ നിലയിലാണ് പലരുടെയും മൃതദേഹങ്ങൾ. തീർത്ഥാടകർക്ക് സൗകര്യമൊരുക്കുന്ന ഉംറ സർവീസ് കമ്പനി പ്രതിനിധികളും സംഭവ സ്ഥലത്ത് പരിശോധനകൾ നടത്തുന്നുണ്ട്. അപകടത്തിൽ എത്ര പേരാണ് മരിച്ചതെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല.